Good morning, sir. Yes, good morning, Jaymore. Good morning, sir. Sudhi, good morning. Good morning, sir. Gina, good morning. Then who is doing prayer? Yes, sir. Jaymore ആണോ? ആരും പറഞ്ഞില്ലായിരുന്നു. എന്നാ പോട്ടെ. Then thought of the day? ഞാൻ sir. Oh, go ahead, Sudhi. Life is like riding a bicycle. To keep your balance, you must keep moving. Albert Einstein. Always moving, അല്ലേ? അതെ അതെ. അതിന്റെ വേറൊരു മലയാളത്തിൽ പറയാനുള്ള വേറെ സംഗതിയുണ്ട്. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഓടാൻ പറ്റുമെങ്കിൽ ഓടുക, നടക്കാനാണ് പറ്റുമെങ്കിൽ നടക്കുക, ഇഴയാനാണ് പറ്റുമെങ്കിൽ ഇഴയുക, പക്ഷെ എല്ലാം മുന്നോട്ടായിരിക്കും. യെസ്, അങ്ങനെ ഒരു മലയാളത്തിൽ പറയാം. യെസ്, ഇനി സൈനിങ് ഓൺ. Yes, sir. സബിത, ഗോ അഹെഡ്. Rhymes ആണ്. Where do you come from, you little drops of rain? Pitter patter down the window pane. They don't let me walk, they don't let me play, they don't let me go. Where do you come from? Yes, very good. സബിത, യെസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Okay, sir. ഓക്കെ, വെരി ഗുഡ് സബിത. അനു, വെരി ഗുഡ്. അപ്പൊ നമ്മള് പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 1-2 പ്രിപ്പോസിഷനെ കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. വേറെ 1-2 കൂടി നമുക്കിന്ന് സൂചിപ്പിക്കാം. അതില് അടുത്തതായിട്ട് നമ്മൾ പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ. അപ്പൊ ഇൻ എന്ന് പറയുന്ന വേർഡിന് നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഉള്ളിലകത്ത് എന്നൊക്കെ പറയും, അല്ലെ? അത് കോമൺ ആയിട്ടുള്ള മീനിങ്. അതുകൂടാതെ ഇൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം പറയുമ്പോൾ അതിന് തൊട്ട് മുന്നിൽ പീരീഡ് പറയുമ്പോൾ അതിന്റെ മുന്നിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അത് വേണമെങ്കിൽ പറയാം, ഐ ജോയിൻഡ് മോണ്ടിസോറി കോഴ്സ് ഇൻ 2025. 2025 ഞാൻ എന്ത് ചെയ്തു? മോണ്ടിസോറി കോഴ്സിൽ ചേർന്നു. The school, okay, my factory was opened in 1998. അപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അവിടെ എപ്പോഴും എന്താ ഉപയോഗിക്കുന്നത്? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ആ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറെയും പറയാം. രാവിലെ, ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇൻ സമ്മർ, വർഷക്കാലത്ത് ഇൻ വിന്റർ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദ ഡേ ടൈം. യെസ്, അപ്പൊ എപ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം. ഒരു സമയത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ സമയത്തിന്റെ ആ ലെങ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഒരാളോട് പറയുന്നത്
ഒരാഴ്ചക്കുള്ളിൽ നീ എന്ത് ചെയ്യണം? ഈ ജോലി പൂർത്തിയാക്കണം. നമുക്ക് എങ്ങനെ പറയാം? യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 വീക്ക്. എന്താ ഇൻ 1 വീക്ക്? അപ്പൊ ഒരു സമയത്തിന്റെ ഒരു ലെങ്ത് കാണിക്കും. ഇൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ. ഇൻ 1 വീക്ക് എന്നുള്ളത് ഇൻ 1 മന്ത്, ഒരു മാസത്തിന്റെ ഉള്ളിൽ. ഇൻ 1 ഇയർ. യെസ്, അത് നമുക്ക് പറയാം. അപ്പൊ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് എ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ദ ലെങ്ത് ഓഫ് ടൈം. ഓക്കെ. ഇനി അടുത്ത മറ്റൊരു പ്രിപ്പോസിഷനാണ് ഡൂറിങ്. ഈ ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ പക്ഷേ കേട്ട് കാണും. മലയാളം അർത്ഥം പറയുകയാണെങ്കിൽ ഇടയ്ക്ക്. അപ്പൊ എപ്പോഴും ഈ ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് ആൻ ഐഡിയ while a situation is going on. ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ ഡൂറിങ് വരെ. അപ്പൊ ഞാൻ പറയാം, ഡൂറിങ് ദ മീറ്റിംഗ് ഐ വെന്റ് ഔട്ട്സൈഡ്. മീറ്റിംഗിന്റെ ഇടയ്ക്ക്, മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ഐ വെന്റ് ഔട്ട്സൈഡ്, ഞാൻ പുറത്തേക്ക് പോയി. ഡൂറിങ് ദ ക്ലാസ് ഐ കുക്ക് ദ ഫുഡ്. ക്ലാസിന്റെ ഇടയ്ക്ക് അല്ല, ഡൂറിങ് ദ ക്ലാസ് ഐ കുക്ക് ദ ഫുഡ്, ഞാൻ ഭക്ഷണം റെഡിയാക്കി. യെസ്. അപ്പോ ഡൂറിങ് ദ ക്ലാസ് ഐ ടെലിഫോൺ ടു മൈ ഫ്രണ്ട്. ക്ലാസിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഒരു സുഹൃത്തിന് ഫോൺ ചെയ്തു. അപ്പൊ ഡൂറിങ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ അർത്ഥം ദാറ്റ് ഈസ് ഇടയ്ക്ക്, എന്തെങ്കിലും കാര്യത്തിന്റെ ഇടയ്ക്ക് എന്ന് പറയുന്ന സമയത്താണ് അവിടെ ഈ ഡൂറിങ് എന്ന് പറയുന്നത്. യെസ്. ഇനി നെക്സ്റ്റ് പ്രിപ്പോസിഷൻ, അതാണ് ബൈ. ഈ ബൈ എന്ന് പറയുന്ന വേർഡ് നമ്മളിപ്പോ വല്ല ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എഴുതും ബൈ ധന്യ വിനോദ്, ബൈ അനുശ്രീ എന്നത്. ആരാണത് ചെയ്തതെന്ന് പറയുന്നത് തൊട്ട് മുന്നിൽ അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്ന പേരിന്റെ മുന്നിൽ ബൈ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യെസ്. ഈ ബൈ എന്ന് പറയുന്ന വേർഡ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും പൂർത്തിയാക്കിയാൽ മതി. ഇൻ 1 വീക്ക് എന്ന് പറയുമ്പോൾ നേരെ മറിച്ച് ഇനിയിപ്പോ പൂർത്തിയാക്കിയില്ലെങ്കിലും അതിനകത്ത് പ്രശ്നം വരുന്നില്ല. ഇനി ആ ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ മാറ്റിയിട്ട് അവിടെ ബൈ എന്ന് ചേർത്താൽ 1 വീക്ക് എന്ന് പറഞ്ഞാൽ 1 വീക്കാണ്. 1 വീക്ക് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ യു ഷുഡ് കം ടു മൈ ഹോം ബൈ 9 o'clock. ഭർത്താവിനോട് പറയണം 9 മണിക്ക് വരണം എന്നുള്ള ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ പറഞ്ഞാൽ 9:01 എന്ന് പറയുന്ന ഒരു സമയമില്ല. 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി. യെസ്, 9 മണിക്ക് ഇവിടെ ഉണ്ടാവണം. സോ ബൈ ദ പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം. ദ ലേറ്റസ്റ്റ് ടൈം, ഏറ്റവും ലേറ്റസ്റ്റ് ആയ എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറയുന്ന അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. യെസ്. ഇനി 2 വേർഡ് സമയത്തെ സൂചിപ്പിക്കുന്ന മറ്റ് 2 വേർഡുകളാണ്. ഒന്ന് ഫോർ, പിന്നെ ഒന്ന് സിൻസ്. ഫോർ ഉണ്ട്, സിൻസ് ഉണ്ട്. യെസ്. അപ്പൊ ഇത് കൂടാതെ ഈ ഫോറിനും സിൻസിനും, ഫോർ എന്ന് പറയുന്ന വേർഡിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർ മീ, എനിക്ക് വേണ്ടി. പിന്നെ ഇടക്ക് ഫോർ എന്ന് പറയുന്ന വേർഡിന് ബിക്കോസിനർത്ഥം വരാറുണ്ട്, അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഫോർ എന്ന് പറയുന്നതും സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും രണ്ടും സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ടു ഡിനോട്ട് ദ ടൈം, സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോർ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു 4 hours. കഴിഞ്ഞ 6 വർഷമായി ഞാനിവിടെ ജീവിക്കുന്നു. അപ്പൊ 6 വർഷം എന്ന് പറയുമ്പോൾ അതൊരു പീരീഡാണ്. യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 6 years. 6 വർഷമായിട്ട് ഞാൻ. അപ്പോൾ 6 years എന്ന് പറയുന്ന ആ വേർഡ്
ഒരു പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഫോർ ഉപയോഗിച്ചു. ഹി ഹാസ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂറായി അവൻ വെള്ളത്തിനടിയിലാണ്. ഹി ഹാസ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. അപ്പൊ അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈം. യെസ്. പ്രവീണ. Yes, sir. യെസ്. വരാൻ താമസിച്ചു പോയ? വരാൻ താമസിച്ചു പോയി. ഞാനൊരു ഡേ കെയർ നടത്തുക സാർ. അപ്പം അതിന്റെ ഇടയിൽ പരിപാടി അല്ലേ? എവിടെയാണ് സ്ഥലം? പുത്തൂർ, കൊട്ടാരക്കര, കൊല്ലം. കൊല്ലം ഡിസ്ട്രിക്ട്. എത്ര കുട്ടികളുണ്ട് ഡേ കെയറിൽ? ഡേ കെയറിൽ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. 15 പിള്ളേർ. ഇപ്പം 14 ആയി. മെയില് തുടങ്ങിയതായിരുന്നു. മെയില്. വെരി ഗുഡ്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അപ്പോ പ്രവീണയുടെ വീട് കൊട്ടാരക്കരയാണ് അല്ലേ? കൊട്ടാരക്കരയാ. എത്ര നാളെ കൊട്ടാരക്കര താമസിക്കുന്നു? ആക്ച്വലി ഞാൻ സാർ കൊട്ടാരക്കര ഇപ്പൊ 3 വർഷം ആയതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഹൈദരാബാദിലൊക്കെ ആയിരുന്നു. ഞാൻ ആർമി സ്കൂളിൽ, പ്രീ പ്രൈമറി ആർമി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ BEd മാത്രമേ ഉള്ളായിരുന്നു. ആക്ച്വലി മോണ്ടിസറി കോഴ്സ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. 3 വർഷമായിട്ട് കൊട്ടാരക്കരയാണ് താമസിക്കുന്നത്. 3 വർഷം 2025 ഞാൻ 3 മൈനസ് ചെയ്തപ്പോൾ 2022. ഒരു സെന്റൻസ് ആണ് പ്രവീണ പറയുന്നത്. 2022 മുതൽ ഞാൻ കൊട്ടാരക്കരയാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ താമസിക്കുന്നത് കൊട്ടാരക്കരയാണ്. നാളെയും ഞാൻ താമസിക്കുന്നത് കൊട്ടാരക്കരയായിരിക്കും. അങ്ങനെ നിമിഷം പറയാൻ പറ്റും. 2022 മുതൽ ഞാൻ കൊട്ടാരക്കരയാണ്. ഇപ്പോഴും കൊട്ടാരക്കരയാണ്. നാളെയും ഞാൻ അവിടെ തന്നെയായിരിക്കും. ജസ്റ്റ് ഒരു മിനിറ്റ്. നോ പ്രോബ്ലം. ഓരോരുത്തരും മനസ്സിലൊന്ന് പറഞ്ഞു വെച്ചോട്ടോ. അപ്പൊ കൊട്ടാരക്കര എന്നുള്ള പേര് മാറ്റിയിട്ട് നിങ്ങളുടെ നാട്ടിന്റെ പേരെടുത്താൽ മതി. I have been living since Kottarakara since 2022. Very good. And still I am living in Kottarakara, and I also wish to live in Kottarakara. Yes, okay. അതായത് ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നേരത്തെ ആരംഭിച്ച ഒരു ആക്ഷൻ ഇപ്പോഴും ഉണ്ട്, ഭാവിയിലേക്ക് തുടരുകയും ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മള് ഇവിടെ പറഞ്ഞു, പ്രവീണ പറഞ്ഞു, ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് കൊട്ടാരക്കര സിൻസ് 2022. 2022 മുതൽ ഞാൻ കൊട്ടാരക്കരയാണ്. 22 മുതൽ എവിടം വരെ അത് പറഞ്ഞിട്ടില്ല. യെസ്. അപ്പൊ പീരീഡ് ഓഫ് ടൈം അല്ല, അതെന്താണ്? പോയിന്റ് ഓഫ് ടൈം. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ ഫോർ ഉപയോഗിക്കുന്നത് പകരം എന്ത് ഉപയോഗിക്കണം? സിൻസ് ഉപയോഗിക്കണം. അതാണ് പീരീഡ് ഓഫ് ടൈമും പോയിന്റ് ഓഫ് ടൈമിന് തമ്മിലുള്ള വ്യത്യാസം. പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് പറയും, അവിടെ മുതൽ എവിടം വരെ എന്ന് പറയുന്നത്. സിൻസ് 10 o'clock, 10 മണി മുതൽ. 10 മണി മുതൽ എവിടം വരെ ഇല്ല, അതൊരു അവസാനം വന്നു കഴിഞ്ഞാൽ പീരീഡായി. അപ്പോ ഫോർ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. The preposition for and since used to denote the time. For is used for a period of time, whereas since is used to show the point of time. Yes. ഒരെണ്ണം കൂടി നോക്കാം. വേറൊരു വേർഡാണ്, പ്രിപ്പോസിഷൻ ആണ്, ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇടയിൽ, മധ്യത്തിൽ പറയാറില്ലേ? അതെപ്പോഴും നമ്മൾ ഈ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുമ്പോൾ കാണാം, മുഹൂർത്തം ബിറ്റ്വീൻ 10 AM ആൻഡ് 11 AM. 10നും 11നും ഇടയിൽ. 10 AM ആൻഡ് 11 AM എന്ന് പറയാം. ആ ആൻഡ് എന്നുള്ള സ്ഥലത്ത് 2 പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. 10 AM to 11 AM എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആൻഡ് തന്നെ ആയിരിക്കും. 2 സമയം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ. യെസ്. അപ്പൊ ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ,
മധ്യത്തിൽ എന്ന് പറയുന്ന അർത്ഥമാണ്. ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡിന് ഉള്ളത്. യെസ്. അപ്പൊ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് 1, 2, 3 കോമൺ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രിപ്പോസിഷനും ആ പ്രിപ്പോസിഷന്റെ മീനിങ്ങിനെ കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അതവിടെ നിൽക്കട്ടെ. ജീന സരീഷ്. Sir, How are you, Jeena? fine, sir. Very good, very good, very good. Let me ask you one question. Huh? Okay. How many friends you have? I have only Approximately പറഞ്ഞാൽ മതി. some few friends. Few friends. അല്ലേ? അപ്പൊ നമുക്ക് ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് 100 അല്ല. അപ്പൊ അതിന്റെ മുന്നിൽ എന്ത് ഒരു എബൌട്ട് എബൌട്ട് 100. വെയിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശം പറയുന്നത് എബൌട്ട് 45 കിലോഗ്രാം. അപ്പൊ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിൽ അതിന് മുന്നിൽ എന്ത് ചെയ്തേക്കാം, ഒരു എബൌട്ട് ഇട്ട് പറഞ്ഞേക്കാം. അപ്പൊ കറക്റ്റ് അല്ല, ഏതാണ്ട് അതിന്റെ അടുത്ത് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ 46 ആവാം, ചിലപ്പോ 44 ആവാം. അതിന് ചുറ്റും എബൌട്ട്. യെസ്, ഓക്കെ, എബൌട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ജീന, യു ഹാവ് ഓൺലി ഫ്യൂ ഫ്രണ്ട്സ് കേട്ടോ. Then I ask you, who is your best friend? My best friend is my husband. Yes, oh, There are very good. ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് ആരായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോ നമ്മുടെ കടയിലേക്കാണ് വെട്ടിയത് അല്ലെ? യെസ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് മൈ ഹസ്ബൻഡ്. വെരി ഗുഡ്. അപ്പൊ ഞാനിത് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ ജീന, ആലോചിച്ചു. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങൾ പറയണം, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ജെയ്മോൾ. Why did I select her as my best friend? എന്തുകൊണ്ടാണ് ഞാൻ ജെയ്മോളെ ബെസ്റ്റ് ഫ്രണ്ട്? അപ്പൊ അതിന് നിങ്ങൾ ജെയ്മോളിൽ കണ്ട കുറെ ക്വാളിറ്റി ഉണ്ട്. യെസ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടില് നിങ്ങൾ കണ്ടിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾ അതൊന്ന് പറയണം. ബിക്കോസ് ഷീ ഈസ് മൈ ക്ലാസ്മേറ്റ് സിൻസ് 1st സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ്. എന്റെ ക്ലാസ്മേറ്റ് ആണ്. എവിടെ മുതൽ? 1st സ്റ്റാൻഡേർഡ് മുതൽ. അത് നമുക്ക് പറയാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഷീ ഈസ് മൈ നെയ്ബർ. അവൾ എന്താണ്? എന്റെ നെയ്ബറാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഭയങ്കര പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടാവും. വാട്ട് എവർ സോൾവ് ചെയ്ത് കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഷീ ഹാസ് ദ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഫ്രണ്ട്ലി നേച്ചർ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്. ഇനി എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എന്ന് പറയണ്ട, നിങ്ങൾ ഓരോരുത്തരും ബെസ്റ്റ് ആക്ക്. 2 വാക്ക് ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടേ? അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓരോരുത്തരും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നോക്കി വെക്കാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് 2 വാക്ക് പറയാം. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡ് ക്ലാസ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ ഫ്രണ്ടിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കേൾക്കൂ എന്ന് പറയാം. ഞാൻ ആരെ കുറിച്ചാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പറയുമ്പോ ഇത്രയും അവസരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ ഇത് നമ്മൾ ചിന്തിക്കും. യെസ്. അപ്പോ ജീനക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം തരികയാണ്. ജീനയാണ് തുടങ്ങിയിട്ടുള്ളത്. ആലോചിച്ചോളൂ. ഞാൻ ഒരു 1-2 മിനിറ്റ് കൊടുത്തരാം. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയാം. ആ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തുകൊണ്ട് നിങ്ങൾ ബെസ്റ്റ് അയക്കുന്നതിന്റെ 1-2 സിമ്പിൾ അല്ലേ? ഞാൻ വളരെ ഗഹനമായിട്ടുള്ള CTBT കരാറിൽ ഒപ്പിടണോ, വൈരുദ്ധ്യ ഭൗതികവാദത്തിന്റെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പറയുന്നത് നമുക്കറിയാവുന്ന വിഷയം. യെസ്. അപ്പൊ നിങ്ങൾ പറയുന്നു, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? My best friend. Why did I select him or her as the best friend? Appa Jeena, you start. Okay. Okay. My best friend is Ansi. Because she explained very well what about my I had any doubt from this class or any online. I had any doubt. She explained very well and till. So your academic doubt is cleared by your friend Jansi. Ansi. Ansi. Also about. Illa. Also she tell about any work or any assignment
she clearly said about that. And also she was very sincere. Sincere, very good. And also she she explained very well, so Yes. I can understand. And also she spent time with me because Yes, very good, very good. her daughter was very so സുഹൃത്തിനെ ഉദ്ദേശിച്ചത് ആ കുഞ്ഞ് കരഞ്ഞാലും സമയം okay. കണ്ടെത്തി സംസാരിക്കും. Yes. And also I don't much about കൂടുതലായിട്ട് അറിയത്തില്ല. I don't know much about her. Yes, very good, very good, very good. Yes. Okay, Gina. However, you told it very nicely. Very good, very good, very good. Yes. നമ്മുടെ മാഞ്ഞാലിയിൽ നിന്നുള്ള നമ്മുടെ സുധി, are you ready? Yes, sir. Yes. അപ്പൊ സുധി, കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഈ ആളെ അന്വേഷിച്ച് നമുക്ക് കിട്ടിയില്ല. എന്താ കേട്ടില്ല? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനിവിടെ സുധിനെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അത് കഴിഞ്ഞ പിന്നെ അച്ഛന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകേണ്ട വന്നു. No problem. ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. അതെന്താ കാണണ്ടേ? ഓക്കെ. വെരി ഗുഡ്. ഓക്കെ സുധി, യു സ്റ്റാർട്ട്. അത് കഴിഞ്ഞ ശേഷം അടുത്ത് റെഡി ആയിക്കോട്ടോ. ഞാൻ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരുടെ പേര് ഞാൻ പറഞ്ഞത്. Tell something about your friends. Yes, best friend. Okay. My best friend is Shilpa. Shilpa. She is a childhood friend of mine. Yes. ഇതൊക്കെ നല്ല യൂസേജ് ആണ്. She is a friend of mine. She is my friend എന്നുള്ളതിന്റെ വേറൊരു യൂസേജ് ആണ്. She is a friend of mine. Very good. Very good. She is a good listener and very supportive for me. Very support for me. Yes. പിന്നെന്താ അത്രയുള്ളൂ. ഞാൻ സുധി ചോദ്യം ചോദിക്കട്ടെ. You told that Shiva is your best friend. Shilpa. Shilpa. So I ask you another question. Shruti, are you the best friend of Shilpa? Yeah, sure. Yes. Okay. അതിനുള്ള തെളിവുകളൊക്കെ കിട്ടിയിരുന്നല്ലേ? അതെ. Yes. Okay, Shruti, very good. കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് റെഡി ആയിട്ട് വെച്ചോ കേട്ടോ. ഒന്നുകൂടി വളരെ കുറച്ച് യെസ്. ഇനി ഞാൻ പേര് പറയുന്നില്ല. എനിബഡി എന്നുള്ളൊരു വേർഡാണ് ഉപയോഗിക്കുന്നത്. ആർക്കും വേണമെങ്കിലും പറയാം കേട്ടോ. റെഡി ആയിട്ടിരിക്കുന്നവർക്ക് ടെൽ സംതിങ് അബൌട്ട് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തിനെ കുറിച്ച് രണ്ടു വാക്ക്. ഇത് പ്രിപ്പയർ ചെയ്യണ്ട, സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങോട്ട് വരട്ടെ. സർ ഞാൻ പറയട്ടെ? ശ്രീജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിക്കിനാസിലോട്ട് വരുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ശ്രീജക്ക് ചാൻസ് കൊടുത്തു. My best friend is Prajakta. We both are friends since childhood from school. Yes. She is always there for me in every situation. She is a trustworthy and supportive in both my good and bad times. Yes. Very good. We both share experiences of our day-to-day life. She is there for my ups and downs. I can share secret with her. Even she can share secret with me. So we both are best friends. I have an emotional connection and have a mutual care between us. As we both are far away now, but still we make a call to make sure that she is okay and even I am okay. So that's why she is my best friend. Srija, very good English. Very good. Okay. So, in other you told that she is your best friend. And you keep some secrets about her. She also keeps some secrets about you. So, വേറൊരു കാര്യം സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ പറ്റുമെന്നാ പറയണത്. അത് വെറുതെ പറയുന്നതാണല്ലോ ശ്രീജ? അല്ല സർ, ട്രസ്റ്റ് ആണ് എനിക്ക് നല്ല രീതി. ഞങ്ങള് ഇപ്പൊ 25 വർഷമുള്ള ഫ്രണ്ട്സ് ആണ്. നർമ്മിത, നമുക്ക് ഒരെണ്ണം ശരിയാക്ക്. ഉള്ളതെന്ന് പറയുന്നത് ബെസ്റ്റ് ആക്ക്. നമുക്ക് രണ്ട് ഇംഗ്ലീഷ് അടിക്കാൻ വേണ്ടിട്ട് നമ്മളതൊന്ന് റെഡി ആക്ക്. യെസ്.
Sometimes your best friend may be your daughter. Yes. Okay. Shijana, what are you saying, Shijana? Hello, good morning. Good morning. My best friend is Jaymol. Yes. Jaymol ana? Yes. Oh, yes. Jaymol is best friend. Yes. Okay. Why did you select her as your best friend? Happiness and മലയാളത്തിൽ പറഞ്ഞോട്ടെ. ഉള്ളിലെ ജൈവമുള്ള ഇഷ്ടം ഇങ്ങനെ അതെ, ഏത് സന്തോഷത്തിലും ഏത് ദുഃഖങ്ങളിലും പങ്കിടാനായിട്ട് എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതിൽ രണ്ടുപേരും അയൽവാസികളാണ്. ഇവിടെ വരുന്നതിന് പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ വന്നിട്ട്. ഓ, അപ്പൊ ഇത് ഈ ക്ലാസ് തന്നെ ഒരിക്കലും കുറച്ച് നാളായിട്ടുള്ളൂ. അതിനോട് ജൈവമോളെ you have a golden chance to enter the heart of Shijana. Okay, continue, Shijana. പിന്നെ നമ്മ എന്ത് സംസാരിക്കണമെങ്കിലും എന്ത് ഇതാക്കണമെങ്കിലും സപ്പോർട്ടിങ്. യെസ്, നല്ല സപ്പോർട്ടാണ്, അല്ലാതെ സപ്പോർട്ടാണ്. അതിൽ കൂടുതൽ എനിക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ജയ്മോൾ. അത് വെച്ച് ആരും വിഷമിക്കണ്ട കേട്ടാ, എല്ലാരും സപ്പോർട്ടിങ് ആണ്. അത് ഷിജിനയുടെ നല്ല മനസ്സ്, ആരെയും വിഷമിക്കണ്ട. ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനെ പറയാൻ പറഞ്ഞപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറഞ്ഞെന്നുള്ളൂ. ജയ്മോളെ ഡോക്ടർ അടിച്ചിട്ട് സന്തോഷമായില്ലേ? യെസ്, ഒരാളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതയും സ്നേഹിക്കുക എന്നുള്ളതല്ല, സ്നേഹിക്കപ്പെടാനാണെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കറക്റ്റ് അല്ലേ? നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളതല്ല, ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുക. ഭർത്താവായാലും പിള്ളേരായാലും സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നതാണ് എല്ലാ മനുഷ്യന്റെ മനസ്സിൽ. ടു ബി കെയർഡ്, നോട്ട് ടു കെയർ, ടു ബി കെയർഡ്, ടു ബി പ്രൊട്ടക്റ്റഡ്. യെസ്, അത് വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇവിടെ നമ്മളൊരാളുടെ മനസ്സിൽ എന്ന് പറയുന്നത് തന്നെ വലിയ നല്ല കാര്യം. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പോ വെരി ഗുഡ് ഷിജിന. ദെൻ നെക്സ്റ്റ് ആരാണ്? ലന ലക്ഷ്മി. ഓക്കെ ലേന പറഞ്ഞു. ഞാൻ കുറച്ച് ധൈര്യമുള്ളവരൊക്കെ എനിക്ക് ഇങ്ങനെ അറിയാലോ, അപ്പൊ അതുകൊണ്ട് വിളിച്ചാണ്. ഓക്കെ ലേന. അയ്യോ സർ പറയട്ടെ? പറഞ്ഞു. My best friend is Bibinu. Yes. She is my good friend. Yes. And tell me all the good things, and she know everything about me. Yes. അത്രേ ഉള്ളൂ. വെരി ഗുഡ്. യെസ്, ഈ MT വാസുദേവൻ നായർ എഴുതിയ രണ്ടാം മൂഴം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അത് വായിച്ചിട്ടുണ്ട്? യെസ്. ഓക്കെ, ആരും വായിച്ചിട്ടില്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് MT പറയുന്ന ഒരു കാര്യം അതിനോട് ഇപ്പൊ ഇവിടെ ശ്രീജ പറഞ്ഞപ്പോഴും ലെന പറഞ്ഞപ്പോഴും ഒരു കാര്യം രണ്ടുപേരും പറഞ്ഞു, എന്നെ കുറിച്ചുള്ളതെല്ലാം അവൾക്കറിയാം എന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് പുള്ളി പറയും, ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവായാൽ നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ പുറത്താണ്. അതുകൊണ്ട് പുള്ളി അതിന്റെ കൂടെ പറയുന്ന വേറൊരു വാചകം കൂടിയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്ക്. ശത്രുവിന് ദയ കൊടുക്കരുത്. ശത്രുവിന് ദയ കൊടുത്താൽ ദയയിൽ നിന്ന് അവൻ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചു വരും. ഇത് രണ്ടാം ഗുണം എന്ന് നമുക്കറിയാം. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരിൽ രണ്ടാമത്തെ ആള് യുധിഷ്ഠിര രണ്ടാമത്തെ ഊഴക്കാരനായിരുന്നു ആര്? ഈ ഭീമൻ. അപ്പൊ ഭീമനെ കുറിച്ചുള്ള കഥയാണ് ഈ രണ്ടാം ഗുണം എന്ന് പറയുന്ന നോവലിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, പാഞ്ചാലിക്ക് തന്റെ ഭർത്താവായ 5 പേരോടും 4 രീതിയിലായിരുന്നു സ്നേഹം. ഏറ്റവും മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരനോട് ബഹുമാനമായിരുന്നു. രണ്ടാമത്തെ ആളായിട്ടുള്ള ഭീമനോട് കാമമായിരുന്നു. മൂന്നാമത്തെ ആളായിട്ടുള്ള അർജുനനോട് പ്രണയമായിരുന്നു. കാരണം അർജുനൻ വില്ലാളി വീരനാണ്, യോദ്ധാവാണ്. അപ്പൊ പ്രണയമായിരുന്നു അർജുനനോട്.
നകുലനോടും സഹദേവനോടും വാത്സല്യമായി. കാരണം പാഞ്ചാലിയേക്കാൾ പ്രായം കുറവായിരുന്നു അവർക്ക് എന്നാണ് പറയുന്നത്. യെസ്. അപ്പോ 5 ഭർത്താക്കന്മാരെ 4 രീതിയിൽ സ്നേഹിച്ച സ്ത്രീയാണ് പാഞ്ചാലി എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകത്തില് MP വാസുദേവൻ നായർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കണം. MP വാസുദേവൻ നായർ എഴുതിയ 2-ാം മൂഴം എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ നമുക്ക് തോന്നും ഭീമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഇഷ്ടം എന്ന്. പക്ഷെ 2-ാം മൂഴം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭീമനോട് എന്ത് തോന്നും? ഒരു ഇഷ്ടം തോന്നും. ഭീമൻ ഇത്ര പാവമായിരുന്നു എന്ന് നമുക്ക് തോന്നും. നമ്മള് ഒരു വടക്കൻ വീരഗാഥ സിനിമയില് ചന്തുവിനെ നല്ലവനാക്കിയില്ലേ, ചതിയൻ ചന്തു എന്നുള്ള പേര് മാറ്റിയിട്ട് നല്ലവനാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൽ അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ലെന, ശ്രീജ, ഇതൊക്കെ ഞാൻ വെറുതെ പറയാൻ വിചാരിച്ചില്ല, എല്ലായിടത്തും സൂട്ടാവുന്നതൊന്നുമില്ല. എങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരാളുമായിട്ട് സൗഹൃദം ഉണ്ട്, ആ സൗഹൃദം പിന്നീട് അയാളൊരു ശത്രുതയായാൽ ഒന്നും നമ്മൾ വിളിച്ചു പറയുന്നത്. അയാളുടെ പല രഹസ്യങ്ങളും നമുക്കറിയാൻ പറ്റും, പക്ഷെ അതൊന്നും വിളിച്ചു പറയുന്നത്. അതാണ് ഡിഗ്നിറ്റി. അതാണ് ഇവിടെ ചിലപ്പോൾ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലായിരിക്കും, പക്ഷെ അയാളുടെ ഒരു കുലമഹിമ എന്ന് മനസ്സിലാകുന്നില്ലേ, ഔന്നിത്യം, ഡിഗ്നിറ്റി, മഹത്വം, അതാണ്. യെസ്. ആ ഡിഗ്നിറ്റി എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യണം. യെസ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ. സോ ഐ കം അഗെയിൻ. ഇനി ആരാണ് പറയണത്? സർ, ഞാൻ പറയാം, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് മനസ്സിലായി. നേരത്തെ നർമ്മിത ഇവിടെ എഴുതി കാണിച്ചു, എനിക്ക് ഫ്രണ്ട്സ് ഐ ഹാവ് നോ ഫ്രണ്ട്സ്. എങ്കിലും നർമ്മിത ഉള്ളതിൽ നിന്ന് ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞോളൂ. I have many friends, but no one is best. My best friend name is Savida. Savida. We study in the same class. Yes. Then she is also my neighbor. Yes. Then she always loved to me. Yes. Then she also look very beautiful. Yes. Just Then, like you. Okay. Then she also very kind. Yes. Then I am really lucky to have to my friend. Yes. Okay, just okay, sir. Okay, very good, very good. കുഴപ്പമില്ല, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞു. റിയാലിറ്റിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഞാനിത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു പറയാനായിട്ട് താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ്. യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ തെറ്റിക്കോട്ടെ മക്കളെ, നിങ്ങളത് പറഞ്ഞോന്നേ. ആരറിയാനുള്ള സംഭവം നിങ്ങൾ ധൈര്യമായിട്ട് പറയും. നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാനുള്ളതാണ്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ചോദ്യങ്ങൾക്കൊക്കെ മണി പോലെ മറുപടി പറയാനുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കിടക്കുന്നു. ഓക്കെ, നിങ്ങളൊരു അവസരമായിട്ടെടുക്കുക, അങ്ങോട്ട് പറഞ്ഞേക്കാം. യെസ്. ആ 14 ഒരു വിഷയത്തിന് കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാലല്ല ചാടി വീഴണത്. യെസ്. ഓക്കെ, അത് ചാടി വീഴും. യെസ്. ജയ്മോളെ, ഇവിടെ ജയ്മോള് ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞു. ജയ്മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഞാൻ പറയാം സർ. ഓക്കെ. ഷീ ഈസ് അണ്ടർ പ്രിപ്പറേഷൻ. വെരി ഗുഡ്. യെസ്. ആരാണ്? ആൾസോ. Good morning, sir. Yes, good morning. You have a best friend, am I right? No, I have so many friends, but I don't have best friend. Okay. Adil Varadhan. Best. If I would like to say as best friend, my parents are my best friends. Oh yes. Why did you select your parents as your best friend? Because they support me in every situation, if it is bad or good or Okay. up or down. Yes. But if I take any wrong decisions in my life, they if it is the decision is correct, they support. If not, they will make me understand that why the decision is not good or Very not good. for me. Yes. And I can share my feelings, whether it is good or bad or nice or not nice, but I can express my feelings to them. Yes. If I am wrong, they will try to correct me and Yes. stand for me every situation. Yes. That's it, sir. Okay, very good. That is why you select your parents as your best friend. And you should be the best friend of your children.
ഭാവിയിൽ അവരും പറയണം my mother is my best friend. My Yes. parents are my, because you have a good role model. Yes. Okay. Very good. Okay, Arsu. Very good. Yes. Then who is next? Sir, ഞാൻ പറയാം. Anu. Yes, ശബ്ദത്തിലുണ്ട് ഒരു പവർ. Yes, Anu, continue. My best friend is Neenu. Yes. She was my classmate from first standard to 10th. Yes. Now she is working abroad. Yes. Even though she is busy, we used to talk every week, at least for half an hour. Yes. Our friendship have passed into our kids also. Yes. Now they are also good friends. She was with me during my bad time and good time. Yes. I always try to keep good relationship with her parents also. Yes, very good. When I go to my home, I used to visit them also. Yes. Thank you. Okay, very good. I know, very good. നന്നായിട്ട് പറഞ്ഞു. Okay. Very good. Yes. Then who is next? ധൈര്യമായിട്ട് പറയൂ. ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് വരട്ടെ. പറഞ്ഞു നോക്കൂ. യെസ്, മടിക്കാതെ ധൈര്യമായിട്ട് ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആരാ വരുന്നത്? ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. സാർ, ഇപ്പൊ ബിറ്റ്വീന്റെ കാര്യവും ബൈയുടെ കാര്യവും പറഞ്ഞല്ലോ. രണ്ടും നമ്മള് ഇടയിൽ നിന്നുള്ള മീനിങ് അല്ലേ ഉപയോഗിക്കുന്നത്? അപ്പം ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൽ എന്ന് പറയുന്ന പൊസിഷൻ എൽ നമ്മൾ ബൈ യു നിങ്ങളാൽ, ബൈ ദം അവരാൽ, അതാണ് ആ ബൈ എന്നുള്ളത്. പിന്നെ ഈ ബൈ എന്നുള്ള പേര് നമ്മൾ സമയത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ടൈം, അതായത് എന്തൊരു കാര്യം നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന ആ ലാസ്റ്റ് മൂമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ബൈ എന്ന് പറയും. ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ നിന്ന് രണ്ട് സംഗതികൾക്ക് ഇടയിലാണെങ്കിലാണ് ബിറ്റ്വീൻ. വീണ്ടും അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യത ബിറ്റ്വീനും ഡൂറിങ്ങും തമ്മിലാണ്. ഡൂറിങ് ഇടയ്ക്ക്, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ മധ്യത്തിൽ നിന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സാർ ആദ്യം ഇന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മള് ഈ വിതിൻ എന്ന് പറയുന്ന യൂസ് ചെയ്യുന്നത് അതും വേറെ സെയിം മീനിങ് തന്നെയല്ലേ? ഇൻ 1 വീക്ക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് വിതിൻ 1 വീക്ക് എന്ന് പറഞ്ഞാലും ശരി തന്നെയല്ലേ? പക്ഷെ രണ്ടിലും ചില സിറ്റുവേഷൻസ് ചില വ്യത്യാസങ്ങളുണ്ട്. ബെസ്റ്റ് ഇൻ വല്ലാണ്. താങ്ക് യു. ഓക്കെ, ഇനി ആരാണ്? യെസ്, ഗെറ്റ് റെഡി. നിങ്ങൾ പറയൂ, നിങ്ങളുടെ വാക്കുകൾ പുറത്തേക്ക് വരട്ടെ. എവിടെ അല്ലൂസേ? അല്ലൂസ്, കുറച്ച് പേര് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും സാറ് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ പറയില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പ്രവീണ രാജ്, യെസ്. ധന്യ വിനോദ്, ഷബനാസ്. പറഞ്ഞോളൂ ഷബനാസ്. My best friend is Shahana. Shahana, yes. She is very genuine person. Yes. And she is also a good kind person. Yes. She know me very well. Yes. We know each other for long year. Yes. Every day we discuss about class and classwork. Yes. She always support me every time. Yes. Now she is my dearest friend. Yes. We meet every month. Yes. Actually, the main thing is she is my own sister. She's also joined this class. Oh, she is in this class. Yes. Her name is Shahana. അവള് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സിലാണ്. ഈ സമയം അവൾക്ക് ടൈം കയറാൻ പറ്റില്ല. Yes. Okay. No problem. Your sister is your best friend. Yes. Very good. Yes. Okay.
ഷബാന ഇത്രയും കയ്യിലുണ്ടായിട്ടാണോ നിങ്ങൾ മിണ്ടാത്ത സമയം ഇരുന്നിരുന്നത്? മിണ്ടാതിരുന്നിട്ട് കുഞ്ഞ് ഇങ്ങനെ ഒച്ച വെച്ചോണ്ടിരിക്കുക. അപ്പൊ അവളെ ഒന്ന് ശാന്തമാക്കിയിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ 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 യെസ് അല്ലേ? മറ്റേ പുലി ഒന്ന് പതുങ്ങിയതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഒന്ന് കുതിച്ചു ചാടാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഐഷ ഐഷ സബിത സാറേ ഞാൻ സർ ഞാൻ പറഞ്ഞു. സബിത സബിത yes sir. Sujitra is my best friend. യെസ് Sujitra is my best friend. ഓക്കെ She is my neighbor. യെസ് We are played in childhood യെസ് and studied in same school. യെസ് And also completed the degree course with her. യെസ് I spend time with her. യെസ് She also know my ups and downs. യെസ് That's all, sir. That is all about. Oh, കുഴപ്പമില്ല. Very good, very good, very good, very good, very good. Yes. Sruthi MB. Sir, Yes, for you, Sruthi. Jinsi is my friend. She is a very good friend. Yes. She is my classmate. Yes. We study together in class. Yes. Then. അത്രേ അറിയത്തുള്ളൂ സാർ. Very good, very good, very good. വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. Okay, very good, very good. Yes. ഇനി ആരാണ്? ഇനി ജയ്മോളെ ഇനി ആരുമില്ല പറയാനായിട്ട്, പറഞ്ഞോളൂ. Yes, sir. Yes. I have a few friends. However, I will tell you one friend. Yes. Rashmi. Rashmi. She is in the UK now. Yes. We have been friends since childhood. Yes. She is my neighbor. Yes. Studied together first standard to degree class. And always look happy. She will always be there in my sorrow and happiness. Oh, yes. Okay. She supported every problems. Yes. Every situation she is with me. Okay. Yes, sir. She is the one who always give me courage. Yes. She is the one who always give me courage. Okay. Okay, sir. Atrolo. Very good. Okay. Very good. Record class. My best friend is Tulsi. Sinsi. Tulsi. She's a God-gifted teacher. I share everything with her. Yes. In my bad time, she support me a lot and encourage me to go ahead. Yes. So she is your best friend. Yes. Okay. Then. Okay, Pravina, anything more? No, nothing else. Thank you. Very good. Yes, ഇനി ആരാണ്? അപ്പോ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ശ്രീജ പറഞ്ഞു, ഷിജിന പറഞ്ഞു, ലെന, നർമിത, ആർസു, അനു ജോസഫ്, ഷബന, സബിത, ശ്രുതി MB, ശ്രുതി ലക്ഷ്മി, ജീന, ജയ്മോള്, പ്രവീൺ, ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയത് എനിക്കറിയാൻ പാടില്ല, അവരും. യെസ്, നന്നായിട്ട് പറഞ്ഞു. യെസ്, ഇതേ ഇപ്പൊ നിങ്ങൾക്ക് വേണം ഈ വിഷയം തന്നിട്ട് പിന്നെ നിങ്ങളൊന്ന് പറയുമായിരിക്കും, അത് വേണ്ടാവുള്ളൂ. അപ്പോ പെട്ടെന്ന് നമുക്ക് ആ പറഞ്ഞ സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ കഴിവാണ്. ദാറ്റ് ഈസ് യുവർ എബിലിറ്റി. അത് നിങ്ങൾക്ക് പറയുമ്പോൾ അവിടെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടാലന്റ് ആണ്. യെസ്, അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആയി. വെരി ഗുഡ്. യെസ്, നൗ I ask you
some vocabulary questions. Okay. യെസ്, ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ 3 പേരെ ഞാൻ പരിഗണിച്ചോളൂ കേട്ടോ. ആദ്യത്തെ 3 പേര് ആരാണെന്ന് നിങ്ങൾ കൂടി നോക്കിയേക്കണം. എന്റെ ശ്രദ്ധയിൽ പെടാണ്ട് പോയി കഴിഞ്ഞാൽ അത് പരിഗണിച്ചോളൂ. യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ എഫ്. നിങ്ങളുടെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ എഫ് എന്നാണ്. എഫ്, ഫാദർ. യെസ്, ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, opposite of success. Failure. Yes, Narmida, Sabida, Arsu, Pravina. Narmida, Sabida, Arsu, Pravina. Yes, പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോ കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഫെയിലിയർ ആണ്. സക്സസ്, ഫെയിലിയർ. Then a kind of helpful act. A kind, മീനിങ് അറിയാം, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് a kind and helpful act. ഫെയറൊക്കെയാണ്, എന്നാലും ഞാൻ ഉദ്ദേശിച്ച മീനിങ് ആയിട്ടില്ല. അതായിരിക്കും പറയുന്നത്. നോക്കട്ടെ. യെസ്, ഫെയർ ആണ്, ഫെയ്ത്ത്ഫുൾ ആണ്, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ, ഫ്രണ്ട്ലി അല്ല, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ, ദയയും ഹെൽപ്ഫുൾ, സഹായിക്കാനുള്ള ഒരു മനസ്സ്. സ്വജനപക്ഷപാതം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു വേർഡുണ്ട്. അതിന് എഫിൽ ആരംഭിക്കണം. എഫ്. സർ, ഫേവർ ആണോ? സർജീന, ഫേവർ. ഫേവറിറ്റിസം സ്വജനപക്ഷപാതം എന്ന് പറയുന്ന വേർഡാണ്. യെസ്, ഫേവർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, എ മെയിൽ പാരറ്റ്. എ മെയിൽ പാരറ്റ്. ആർസു, നർമ്മിത, സബിത. ആർസു, നർമ്മിത ആൻഡ് സബിത. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഫാദർ. ഫാദർ. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി ഞാനൊരു ഇംഗ്ലീഷിലൊരു മീനിങ് ആണ് പറയുന്നത്. അതേ അർത്ഥം വരുന്ന വേറൊരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. എഫിൽ ആരംഭിക്കും. വെരി ഹംഗ്രി. വെരി ഹംഗ്രി. ആ അതേ അർത്ഥം വരുന്ന ഫീഡ് അല്ല, വെരി ഹംഗ്രി. ഫീഡ്, ഫുഡ്, ഗിവ് ദ ഫുഡ്. വെരി ഹംഗ്രി. ഹംഗ്രി. ഫാസ്റ്റിംഗ് അല്ല ശബന, ഫാസ്റ്റിംഗ് ഉപവസിക്കുക എന്നാണ്. ഫാസ്റ്റ് ഫുഡ് അല്ല. പക്ഷെ വെരി ഹംഗ്രി. വെരി ഹംഗ്രി എന്ന അർത്ഥമല്ല. ഫീൽ അല്ല. ഓക്കെ. അനു ജിനേഷ്, കറക്റ്റ് വാക്കാണ് അല്ലെ. അനു ജിനേഷ് അല്ല. അനു ജിനേഷ്, ആർസു, സുധി. അനു ജിനേഷ്, ആർസു, സുധി, എം ബി അല്ലേ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഫാമിസ്റ്റ്. FAMISHED. ഫാമിസ്റ്റ്. യെസ്. അടുത്തത്, എ യങ് ഡീർ. ഡീർ എന്ന് പറഞ്ഞാൽ മാൻ. DER. യങ് ഡീർ, അതിന്റെ കുഞ്ഞിനെ പറയുന്ന പേരാണ്. യെസ്, എഫ് തുടങ്ങുന്ന വാക്കാണ്. ഓക്കെ. സമരം എന്താ പറഞ്ഞ? ഫോൺ.
FOW. Yes. Okay. Engineering പറഞ്ഞിട്ടുണ്ടല്ലേ? Yes. Sabana. Yes. Okay. FAWA. Okay, Srija. Correct answer. Okay, Sudhi MD. Correct answer. അടുത്തത് ഞാൻ മീനിങ് പറയുന്നു, നിങ്ങൾ എന്റെ വൺവേഡ് പറയാം. A mark, MARK, mark made by a finger. A mark made by a finger. A mark made by a finger. Srija, Fingerprint. Anujesh, Shabana. ശ്രീജ നേരത്തെ വന്നിട്ടില്ലല്ലേ? ശ്രീജ, അനു, ജിനേഷ്, ആർസു, പിന്നെ പറഞ്ഞ ശബന അല്ലേ? പേരൊക്കെ ഇത് കണ്ടുപിടിക്കാനാണ് പാട്. യെസ്. ഓക്കെ. വെരി ഗുഡ്. ഫിംഗർ പ്രിന്റ്. അടുത്തത് another word for end. End. നർമ്മിത, ശ്രുതി കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നിൽ ആരാണ്? നർമ്മിത, ശ്രുതി. യെസ്. ഇവർക്ക് എന്റെ മുന്നിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഫിനിഷ് ആണ്. ഓക്കെ, ആർസു. ആരായിരുന്നു ആ ആള്? യെസ്. ആളെ കിട്ടിയില്ല അല്ലെ? അനു ജിനേഷ് അല്ലെ? യെസ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഞാനിനി ചോദ്യം മാറ്റി പിടിക്കുന്നു. ഇനി ഞാൻ ചോദിക്കുന്നത് എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടോളൂ. ഒരു ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളില് യു ഷുഡ് സേ ദ നെയിം ഓഫ് ദെയർ ആനിമൽസ്. ഞാൻ പറയുന്ന ജീവിയുടെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര് ആണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്ന ജീവികളുടെ കുഞ്ഞുങ്ങളെ പറയുന്നത്. ഓക്കെ നർമ്മിത? The young ones. The first question is this: the young one of dog. The young one of dog. Puppy. Puppy. Jaymon. Sudhi എവിടെ? ശബന, ജയ്മോൾ. യെസ്, ജയ്മോള് ആദ്യമാണ്. യെസ്. ഓക്കെ. പപ്പിയാണ്. യെസ്. അടുത്തത്. അപ്പൊ എല്ലാത്തിനും മുന്നിൽ യങ് വൺസ് എന്ന് വിചാരിച്ചോട്ടാ. ദ യങ് വൺ ഓഫ് കൗ. COW. കൗ. ശ്രുതി, അനു. ശ്രുതി ഉണ്ട്, അനു ഉണ്ട്, സർ ആർസു ഉണ്ട്, ദെൻ ജീന ഉണ്ട് അല്ലേ? യെസ്. ഓക്കെ. CALF, കാഫ്. കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ യങ് വൺ ഓഫ് ടൈഗർ. The young one of tiger. Cub. Alusin, Shabana. Narmida, Anu, പിന്നെ Alus. ആർസു ഉണ്ട്. Alus, Arsu. Yes. Shabana. Yes. Okay. അതിന്റെ ആൻസർ കബ് എന്നാണ്. COB, കബ്. അടുത്തത് ദ യങ് വൺസ് ഓഫ് കങ്കാരു. അനു, ശ്രീജ, നർമ്മിത. അനു, ശ്രീജ ആൻഡ് നർമ്മിത.
യെസ്, ചോദ്യങ്ങൾ ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ സമയക്കുറവ് ഞാനിപ്പോ ലാസ്റ്റ് 10 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. യെസ്, ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. GK ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു നിശ്ചയമുണ്ട്. ബുദ്ധിമുട്ടുള്ളവരൊക്കെ നല്ല കറക്റ്റായിട്ട് ജീവ പറയുന്നുണ്ടായിരുന്നു. യെസ്, അപ്പോ ഞാനൊന്ന് പറയാം, നിങ്ങളുടെ മാർക്കുകൾ ഒന്ന് പറയാം. അല്ലൂസിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രുതിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ജയ്മോൾക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രീജക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, പ്രവീണക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, സബിതക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, സബിതക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ജീനക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രുതി MVക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, സബനക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തേക്ക് 2 പേര് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ആർസു, അടുത്തത് അനു ജിനേഷ്. 2 പേർക്കും 6 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എന്നോടൊപ്പം തന്നെ നർമ്മിതക്ക് 5 പോയിന്റ്. ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നു, എന്നാലും ഒന്നുകൂടി പറയും. നർമ്മിത 5 പോയിന്റ്. യെസ്, അപ്പം ജസ്റ്റ് ടു നോ എന്തൊക്കെയാണ് ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. സോ യുവർ പെർഫോമൻസ് ഇസ് വെരി ഗുഡ്. സൈഡ് ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇല്ല അല്ലേ? പറയാം സാർ. പറഞ്ഞു. And here I am going to sign out this class. Thank you for teaching us, sir. And thank you for all the time and energy you devoted for teaching me and my friends. And I really appreciate your creative and engaging lessons that made learning fun and exciting. Yes. So I respect you, sir, from my heart. Thank you, Yes. and wishing you a wonderful day. Okay. When you become a teacher, you also adopt different types of method. Okay. Okay, sir. Okay. So, Thank you, sir. Okay, very good. Thank you, sir. We will meet in the next class. Okay, this is Rija. Thank you, sir. Okay, Thank you, sir. welcome.